പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ അറിയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ബോധപൂർവ്വം മറച്ചുവെക്കുന്നുവെന്ന് CPM ആരോപിച്ചു. ലോക്സഭയിൽ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പ്രസ്താവന നടത്തുകയും ചെയ്തു. അതിനിടെ മോദിയുടെയും രാജ്നാഥ് സിംഗിന്റെയും നരവനെയുടെയും ചിത്രമുള്ള ബാനർ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വണ്ണം പ്രക്ഷുബ്ധമായിരുന്നു. 2 മണിക്ക് സഭ വീണ്ടും ചേരാൻ പോവുകയാണ്. ഇപ്പോഴും വലിയ പ്രതിഷേധം സഭയിൽ ഉയർന്നേക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തത്സമയം പാർലമെന്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. പാർലമെന്റ് വീണ്ടും ചേരുകയാണ്, ലോക്സഭ ചേരുകയാണ്. Economic participation. As a panelist at the Viksit Bharat Young Leaders Dialogue, I witnessed strong entrepreneur. Sir, with this also due to the aspect of time, sir, Chairman sir, I would like to conclude. As I conclude, the President address is a call to the national responsibility at a defining moment in India's journey. The vision of the Viksit Bharat is not confined to one's government or one electoral cycle. It is a continuous national mission demanding discipline, continuity and collective resolve. We, the Telugu Desam Party, as part of the NDA government, stand firmly committed to this mission. We believe cooperative federalism, policy stability and strong institution will form the foundation of Viksit Bharat. Thank you, sir. സഭ വീണ്ടും ചേരുമ്പോഴും പ്രതിപക്ഷത്തിന്റെ ബഹളം ഉയരുകയാണ്, പ്രക്ഷുബ്ധമാവുകയാണ് സഭ വീണ്ടും. നേരത്തെ മണിക്കൂറുകളോളം സഭ, നിമിഷങ്ങളോളം പ്രതിപക്ഷ പ്രതിഷേധം കൊണ്ട് മുഖരിതമായിരുന്നു. അതിനുശേഷം വീണ്ടും സഭ സമ്മേളിക്കുമ്പോഴും സമാന അവസ്ഥ. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, രാവിലെ ഇന്ത്യ-US കരാറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, ബഹളം, പിന്നീട് MM നരവനെയുടെ വിവാദ പുസ്തകത്തിലെ ആ പരാമർശങ്ങൾ, അത് വീണ്ടും സഭയിൽ ഉയർത്തുന്നു. ഇപ്പോൾ 2 മണിക്ക് സഭ വീണ്ടും ചേരുമ്പോഴുള്ള സ്ഥിതി എന്താണ് ബസന്ത്? പ്രതീക്ഷ, ഇന്ന് രാവിലെ ബഹളം നടന്നത് ഇൻഡോ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടല്ല. അത് നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഇന്ന് ലോക്സഭയിൽ ഉയർന്നത്. ഇന്ന് നരവനെയുടെ പുസ്തകത്തിൻ്റെ യഥാർത്ഥ പ്രതി, അതായത് പ്രസിദ്ധീകരിച്ച ആ പുസ്തകവുമായി അതുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് സഭയിലെത്തിയത്. അദ്ദേഹം അത് ഉയർത്തി കാണിക്കുകയും ചെയ്തു നിരവധി തവണ. അദ്ദേഹം പുറത്തും അത് ഉയർത്തി കാണിക്കുകയും ചെയ്തു. ഇതിൻ്റെ പിന്നാലെ ഒരു ഏകദേശം 4 മീറ്റർ നീളമുള്ള വലിയ ബാനറുമായിട്ടാണ് പ്രതിപക്ഷം ഇന്ന് നടുത്തളത്തിലിറങ്ങിയത്. അതിൽ പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ MM നരവനെയുടെയും മുൻ കരസേനാ മേധാവിയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞ ആ നിർണായകമായ വാചകം, നിങ്ങൾ ഉചിതമായത് ചെയ്തോളൂ എന്ന്, അത് എഴുതി വെച്ചുകൊണ്ടുള്ള ബാനർ ഉയർത്തിപ്പിടിച്ചായിരുന്നു ബഹളം. ഈ ബഹളത്തിനിടയിലാണ് ഇന്ന് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട പ്രസ്താവന പീയൂഷ് ഗോയൽ, വാണിജ്യമന്ത്രി, ലോക്സഭയിൽ നടത്തിയത്. കർഷകർക്കും അതോടൊപ്പം ചെറുകിട ഇടത്തരം വ്യവസായികൾക്കും ഒക്കെ തന്നെ സംരക്ഷണം ഒരുക്കുന്ന ഒരു വ്യാപാര കരാറാണ് ഒപ്പിട്ടത്. അത് സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഉടനടി തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇന്ന് നരവനെയുമായി ബന്ധപ്പെട്ട ആ പുസ്തകം ഇന്ന് സഭയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു വാരികയിൽ പ്രസിദ്ധീകരിച്ച ഭാഗങ്ങളാണ് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞെങ്കിൽ ഇന്ന് ആ പുസ്തകം തന്നെ കൊണ്ടുവന്ന സഭയിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു. പുറത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാർ, അതായത് ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും അടക്കമുള്ളവർ ധർണ നടത്തുന്നുണ്ടായിരുന്നു. ആ ധർണയ്ക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഈ പുസ്തകവുമായി വരികയും അത് ഹൈബി ഈഡന് കൈമാറുകയും ചെയ്തു. അത് എല്ലാവരും തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട 8 MP-മാർ, അതായത് 7 കോൺഗ്രസ് അംഗങ്ങളും ഒരു CPM അംഗം സുവു വെങ്കടേഷനും കൂടി അവിടെ ധർണ നടത്തുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ നരേന്ദ്രമോദി കീഴടങ്ങി എന്നുള്ളതാണ് പ്രധാനമായും അവർ ഉയർത്തിപ്പിടിച്ച ബാനറുകളിൽ പറയുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോഴും പാർലമെന്റിൽ, ലോക്സഭയിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കുന്നു. അതിലിപ്പോൾ ഹരീഷ് ബാലയോഗി പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി സംസാരിക്കും എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ സംസാരിച്ച് തീരുന്ന മുറയ്ക്ക് മാത്രമേ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും പ്രതിപക്ഷം ഈ പ്രസംഗത്തിന് മുന്നിലും വലിയ പ്രതിഷേധം ഉയർത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധിക്കാനാണ് തീരുമാനം. പാർലമെന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്
നമ്മൾ കാണുന്നത് ഇമാം നരവനെയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട് അത് വീണ്ടും സഭയിലേക്ക് ഉയർത്തിയുള്ള പ്രതിഷേധം. ഇവിടെ ബാനറൊക്കെ ഉയർത്തി പ്രതിഷേധിക്കുന്നു. സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നു, ലോക്സഭ പിരിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്താൽ സഭ വീണ്ടും പിരിയേണ്ട ഒരു സന്ദർഭത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ ഈ വിവാദ പുസ്തകത്തിലെ പരാമർശങ്ങൾ അത് ഇന്ത്യൻ ഭൂമി ലഡാക്കിൽ വിട്ടു നൽകേണ്ടി വന്നതിൽ കേന്ദ്ര സർക്കാരിന് ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചു. അവിടെ നോക്കി നിന്നു. പ്രതിരോധ മന്ത്രാലയം എന്നടക്കമുള്ള വിഷയങ്ങൾ കൂടുതലായി ഉയർത്തിയ വിഷയങ്ങളിൽ അതിലെ വസ്തുതകൾ സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു പ്രതിപക്ഷം ശ്രമിച്ചത്. അതാണ് കൂടുതൽ പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് സഭയെ കൊണ്ടുപോയത്.